ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അതായത് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കാൻ പോകുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 54/2025 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കെ കേളപ്പൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, ചേറ്റൂർ ശങ്കരൻ നായർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ചേറ്റൂർ ശങ്കരൻ നായരുടേതാണ്. ഓക്കെ. അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്നൊരു ചോദ്യമുണ്ട് ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റി. INCയുടെ പ്രസിഡന്റായ ഏക മലയാളി ആരാണ്? INCയുടെ പ്രസിഡന്റായ ഏക മലയാളി C ശങ്കരൻ നായരാണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ. ഇനി ഓപ്ഷനിലുള്ള കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതേപോലെ NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനാണ്. NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനാണ്. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലീഡറും ആര് തന്നെയാണ്? കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലീഡറും കെ കേളപ്പനാണ്. അതുപോലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലീഡറാണ്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതും കെ കേളപ്പനാണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ. ഈ ഓപ്ഷൻ ബിയിലുള്ള KP കേശവമേനോൻ. KP കേശവമേനോനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളത് ബിലാത്തി വിശേഷം എന്ന കൃതി ആരുടേതാണ്? ബിലാത്തി വിശേഷം പ്രധാന കൃതിയാണ് അദ്ദേഹത്തിൻ്റെത്. എപ്പോഴും ചോദിക്കാറുണ്ട്. KP കേശവമേനോൻ്റെതാണ് ബിലാത്തി വിശേഷം. അതേപോലെ KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെ ആത്മകഥയാണ്. ഓക്കെ. ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ചോദിക്കാറുള്ളത് അല്ലമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ. 1924 സ്ഥാപിച്ച അല്ലമീൻ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ഇതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. കാലഗണനാ ക്രമത്തിൽ എഴുതണമെങ്കിൽ അതിൻ്റെ വർഷങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് നടന്നത് കുളച്ചൽ യുദ്ധം, മൂന്നാമത് ശ്രീരംഗപട്ടണം സന്ധി, നാലാമത് കുണ്ടറ വിളംബരം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. ഇനി കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആണ്. 1741 കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. അടുത്തത് ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി 1792 ആണ്. വർഷം 1792 ആണ്. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളൊരു ഉടമ്പടിയായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി. ഈ സന്ധി പ്രകാരം 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഓക്കെ. വർഷം എങ്ങനെയാണ്? ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, ശ്രീരംഗപട്ടണം സന്ധി 1792, കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 എപ്പോഴും ചോദിക്കാറുണ്ട്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി. ഇവയൊക്കെ കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഇനി രണ്ടാമത്തത് രണ്ടാം ലോക മഹായുദ്ധമാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും രണ്ടാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടത് തവിട്ടുകുപ്പായക്കാരാണ്. ബെനിറ്റോ മുസോളിനിയുമായി ബന്ധപ്പെട്ടത് കരിങ്കുപ്പായക്കാരാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. PSC എപ്പോഴും ത്രികക്ഷി സഖ്യത്തിലെ രാജ്യങ്ങളേത് അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യങ്ങളേതെന്ന് ചോദിക്കാറുണ്ട്. ത്രികക്ഷി സഖ്യത്തിലുള്ളത് ആസ്ട്രിയ, ജർമ്മനി, ഇറ്റലിയാണ്. ഏതൊക്കെയാണ് ത്രികക്ഷി സഖ്യം? ആസ്ട്രിയ, ജർമ്മനി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ
ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ടാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിലുള്ളത്. ഇനി രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് അച്യുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അച്യുതണ്ട് ശക്തികളിൽ പെടുന്നതാണ് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഏതൊക്കെയാണ് അച്യുതണ്ട് ശക്തികൾ? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. സഖ്യശക്തികളിൽ വരുന്നത് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന. സഖ്യശക്തികൾ ഫ്രാൻസ്, ഇംഗ്ലണ്ടും ചൈനയാണ്. ഓക്കെ. ഇനി ഹിറ്റ്ലറാണ് ജർമ്മനിയിൽ നാസിസം പ്രസ്ഥാനം ആരംഭിച്ചത്. ഹിറ്റ്ലറിൻ്റെ സൈന്യം അറിയപ്പെട്ടതാണ് തവിട്ട് കുപ്പായക്കാർ. ഹിറ്റ്ലറിൻ്റെ സൈന്യമാണ് ബ്രൗൺ ഷർട്ട് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ. ഹിറ്റ്ലറിൻ്റെ സൈന്യമാണ് ബ്രൗൺ ഷർട്ട്. ഓക്കെ. ഇനി ബെനിറ്റോ മുസോളിനി. ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം നൽകിയതാരാണ്? ബെനിറ്റോ മുസോളിനിയാണ്. മുസോളിനിയുടെ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ചേരുംപടി ചേർക്കാനാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിറാത്തുൽ അക്ബർ, കേസരി മറാത്ത, കോമൺവെൽത്ത്, യങ് ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ എ ആണ്. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയുടേതാണ്. കേസരി മറാത്ത പത്രങ്ങൾ ബാലഗംഗാധര തിലകൻ്റേതാണ്. കോമൺവെൽത്ത് മിസ്സിസ് ആനി ബെസൻറ്റിൻ്റെതാണ്. കോമൺവെൽത്ത് ആരുടേതാണ്? മിസ്സിസ് ആനി ബെസൻറ്റിൻ്റെതാണ്. യങ് ഇന്ത്യ ആരുടേതാണ്? യങ് ഇന്ത്യ ഗാന്ധിയുടേതാണ്. ഓക്കെ. അപ്പോൾ മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് മിസ്സിസ് ആനി ബെസൻറ്റ്, യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതും ചേരുംപടി ചേർക്കാനാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദ്ദാർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഉത്തരം 2 ആണ്. അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഒന്നുകൂടി പറയാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ്, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? പി ചിദംബരം, നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, മൻമോഹൻ സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിർമ്മല സീതാരാമനാണ്. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഊഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്ക്, മാംഗോ ഷവർ, ഫൊൻ, ഹർമാറ്റൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാംഗോ ഷവർ. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവറാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഇനി ബാക്കി നോക്കാം എന്തൊക്കെയാണെന്ന്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ കിഴക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഇനി യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ ചരിവിൽ വീശുന്ന കാറ്റാണ് ഫൊൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ. ഓക്കെ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. അതും ചോദിച്ചിട്ടുണ്ട്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതാണ് ഏത്? ഹർമാറ്റൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ ദിനം എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ജനുവരി 3 ആണ് പെരിഹീലിയൻ ദിനം. ഇനി സൂര്യ ഉച്ചമുണ്ട്. അതായത് ഭൂമി സൂര്യനോട് ഏറ്റവും അകലെയാകുന്നത് അത് ജൂലൈ 4 ആണ്. അപ്ഹീലിയൻ. പെരിഹീലിയൻ ജനുവരി 3, അപ്ഹീലിയൻ ജൂലൈ 4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നദികളുടെ ഉത്ഭവപ്രദേശം, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു,
ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്നതിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് തിരഞ്ഞെടുക്കുക. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം. ഇതിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് തെറ്റായ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം എന്ന് പറഞ്ഞത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് എന്താണ്? ദേശീയ ജലപാത 4, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 5. NW4, NW3, NW2, NW5. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. ദേശീയ ജലപാത 3 ആണ്. NW3 ആണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. NW1 അത് അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. ദേശീയ ജലപാത 1 NW1 അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. ഇനി NW2 സാദിയ മുതൽ ധൂബ്രി വരെയാണ്. NW3 അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം, കോഴിക്കോട് വരെയുണ്ട്. കൊല്ലം, കോട്ടപ്പുറം. NW4 കാക്കിനട, പുതുശ്ശേരി വരെ. കാക്കിനട, പുതുശ്ശേരി. NW5 താൽച്ചർ, പാരദ്വീപ്. താൽച്ചർ മുതൽ പാരദ്വീപ് വരെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MT വാസുദേവൻ നായർ, സുഭാഷ് ചന്ദ്രൻ, SK പൊറ്റക്കാട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1995 വർഷം. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1995. ഇനി കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് കേരള ഹെമിംഗ്വേ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഇനി MT വാസുദേവൻ നായരുടെ തൂലികാനാമമാണ് K സരള. K സരള ആരുടെ തൂലികാനാമമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ തൂലികാനാമമാണ് K സരള. അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് കേരള ഹെമിംഗ്വേ. ഓക്കെ, അതുപോലെ തന്നെ ഭീമനെ, മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. ആ രണ്ടാമൂഴത്തിന് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുമുണ്ട്. രണ്ടാമൂഴം MTയുടേതാണ്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള നോവലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? കേരള മോഡൽ വികസന പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ വികസന പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. വർഷം 1951 മുതൽ 56 വരെയാണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം. കൃഷിക്കായിരുന്നു പ്രാധാന്യം. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹൽനോബിസ് മോഡൽ എന്നാണ്. മഹൽനോബിസ് മോഡലാണ് 2ാം പഞ്ചവത്സര പദ്ധതി. അത് വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത്. 3ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകി. ഇനി 4ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത്. ചോദിക്കാറുണ്ട്. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം.
5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. നമ്മുടെ ചാനലിൽ പഞ്ചവത്സര പദ്ധതികളുടെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, വാണിജ്യവൽക്കരണം. ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വകാര്യവൽക്കരണമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വകാര്യവൽക്കരണം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. LPG എന്ന് പറയുന്ന ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതൊക്കെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണം കുറയ്ക്കുന്നതാണ് ഉദാരവൽക്കരണം. എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണം കുറയ്ക്കുന്നതാണ് ഉദാരവൽക്കരണം. എന്നാൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുന്നതാണ് ഏത്? സ്വകാര്യവൽക്കരണം. ഓക്കെ. ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ മൂലധനം, സാങ്കേതിക വിദ്യ, അതേപോലെ ഉൽപ്പന്നങ്ങൾ എന്നിവ നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്നതാണിത് ആഗോളവൽക്കരണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ഗോപാലകൃഷ്ണ ഗോഖലെ, ജവഹർലാൽ നെഹ്റു, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായ് നവറോജി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതും ദാദാഭായ് നവറോജിയാണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. അത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒക്കെ ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒക്കെ ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.